വേവ്സ് എന്ന് പറയുന്ന നമ്മളെ നനച്ച് മാത്രം കടന്നു പോകുന്ന തിരകൾ ഉണ്ടാവാറുണ്ട്. എനിക്ക് തോന്നുന്നു ഇത്രയൊക്കെ ചർച്ചകൾ ഈ സോക്കോൾഡ് ന്യൂ ജനറേഷനെ ചൊല്ലി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ തിര ഒരു നിസ്സാരമായ സാധാരണ അങ്ങനെ ഉടഞ്ഞു തീരുന്ന ഒരു തിരയൊന്നും അല്ല. അത് ഒരു കില്ലർ വേവ് തന്നെയായിരുന്നു എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നമ്മൾ ഇത്ര അധികം അച്ചടിയുടെ സ്പേസും ടി വി എയർ ചെയ്യുന്ന സ്പേസും ഈ ചർച്ചകളിലും ഒക്കെ അവരെ തന്നെ നമ്മൾ വീണ്ടും വീണ്ടും കൊണ്ടുവരില്ലായിരുന്നു. പല നിലയ്ക്കും ചേഞ്ച് ആണ്. ആൻഡ് ഇറ്റ്സ് എ ചാലഞ്ച് ഓൾസോ. ഡിജിറ്റൽ എന്ന് പറഞ്ഞതിൻ്റെ ടെക്നോളജിക്കൽ ആസ്പെക്റ്റ് ഒക്കെ പുതിയ ചാലഞ്ചസും ചേഞ്ചുമാണ്. എനിക്ക് തോന്നുന്ന ഏറ്റവും തിയററ്റിക്കലായിട്ട് പറഞ്ഞാൽ നമ്മൾ കണ്ടന്റ് ആൻഡ് ഫോമാണ്. അതിൻ്റെ അകത്ത് ഫോമിൻ്റെ പുതിയ പരീക്ഷണങ്ങളെയൊക്കെ ആൾക്കാർ എന്നും സന്തോഷത്തോടു കൂടി സ്വീകരിക്കും. പക്ഷെ കണ്ടന്റ് നമ്മുടെ ഇന്ത്യൻ ജനതയ്ക്ക് സ്പിരിച്വാലിറ്റി വലിയ ഇഷ്യൂ ആയതുകൊണ്ടായിരിക്കണം കണ്ടന്റ് നമ്മുടെ പ്രധാന കൺസേൺ തന്നെയാണ്. അപ്പൊ ഈ പുതിയ ന്യൂ ജനറേഷൻ ഇൻവെർട്ടഡ് കോമിൽ തന്നെ വിളിക്കുകയാണ്. കാരണം അത് എത്ര കണ്ട് ന്യൂ ആണ് എന്നുള്ള കാര്യമൊക്കെ തർക്ക വിഷയമാണ്. ഏതായാലും ദി സോ കോൾഡ് ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന കണ്ടന്റിന് ഏറ്റവും കൂടുതൽ കറി കണ്ടിട്ടുണ്ടാവുക ഒരുപക്ഷെ ഡയറക്ടേഴ്സിനും അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർക്കും ഒക്കെ ആയിരിക്കും. ഇവിടെ നമുക്ക് പല സിനിമയുടെ പല ഭാഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാർ ഫാദർ ബെന്നി പറഞ്ഞ പോലെ എല്ലാവരും സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യും. അവരുടെ വർക്ക് എന്താന്ന് പറയും, അതിന്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്നൊക്കെ അവർ പറയും. അതിന്റെ പല ഇതിലും വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. അവരുടെ ഭാഗം അവർ ഓൺ ചെയ്യുന്നുണ്ടോ, ഈ ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത് ഓൺ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ പറയുന്നതിന്റെ കൂട്ടത്തിൽ നമുക്കൊരു ഡയറക്ടറും ഒരു സ്ക്രിപ്റ്റ് റൈറ്ററും കൂടി ഉണ്ട്. കാരണം ഇതിന്റെ പേരിൽ തെറി കേട്ടത് അവർ ആയിരിക്കും എന്നുള്ളത് കൊണ്ട് അവർക്ക് കുറച്ച് കൂടുതൽ വിശദമായിട്ട് പറയേണ്ടി വരുമെന്ന് തോന്നുന്നു. ലിജോനും ശങ്കറിനും. ശങ്കർ തെറി കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല, കാരണം ശങ്കറിനെ ന്യൂ എന്ന ആൾക്കാർ വിളിക്കാറുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. എനിവേ ഇതിലൊരു വ്യത്യാസം വരുത്തിയിട്ടുള്ളതെന്ന് പറയുന്നത് നമുക്ക് ഇതിനു മുമ്പും സ്ത്രീകൾ മറ്റേ പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഫീമെയിൽ പ്രൊഡ്യൂസർ വിത്ത് വോയിസ് എന്ന് പറഞ്ഞാൽ അത് ചാലഞ്ചാണ്, അത് ന്യൂ ആണ്. അത് നമുക്ക് സാൻഡ്രയുണ്ട്. ക്യാപിറ്റൽ കൺട്രോൾ ചെയ്യാൻ സ്ത്രീ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് വലിയ വിപ്ലവമാണ്. അതിന് നമുക്ക് സാൻഡ്ര ഇവിടെ ഉണ്ട്. സാൻഡ്രയുടെ ഭാഗം സാൻഡ്ര പറയുമെന്ന് തോന്നുന്നു. പിന്നെ ഈ തരം ലേബിളിംഗ് ഓഡിയൻസ് കൂടി ആകുമ്പോൾ മാത്രമേ ഒരു സിനിമേന്റെ മീനിങ് കംപ്ലീറ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ ഏത് ഫോമിന്റെയും അർത്ഥം പൂർണ്ണമാവുകയുള്ളൂ. അപ്പം ഓഡിയൻസിനെ പ്രതിനിധീകരിക്കുക പലപ്പോഴും നിരൂപകരാണ്. ഈ കോയിനേജിന് പോലും പല നിലയ്ക്കും ഉത്തരവാദികളായിട്ടുള്ള നിരൂപകരുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് പ്രേംചന്ദിനെ പറ്റി എന്തെങ്കിലും പറയുമെന്ന് വിചാരിക്കാം. ഇതിന്റെ ഓർഡർ എങ്ങനെ വേണമെന്ന് എനിക്ക് തോന്നുന്നത് ഇവിടെ ന്യൂ ആയതുകൊണ്ട് തന്നെ അവർ വളരെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് അതിന്റെ സജഷൻസ് പറയാം, അത് എങ്ങനെയാണ് അത് ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. ആൻഡ് സെഷൻ സ്റ്റാർട്ട്സ്.